നന്ദാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഡിമാൻഡ് വന്നിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ, സിൽക്കി കോട്ടയിൽ വന്നിട്ടുള്ളത്. പല പല വെറൈറ്റി വരാറുണ്ട്. ഇപ്രാവശ്യം വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ഷെയ്ഡിൽ വരുന്ന എംബ്രോയിഡറി ആണ് കേട്ടോ. 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് ഈ സാരിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1090 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം. സിൽക്കി കോട്ട മെറ്റീരിയലിൽ എംബ്രോയിഡറി വന്നിട്ടുള്ള സാരീസ് എപ്പോഴും ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ. ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. വൈറ്റ് ഷെയ്ഡിൽ തന്നെ എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡും ഇതുപോലെ ചെറിയൊരു ലേസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ബോഡിയിലത്തെ എംബ്രോയിഡറി കുറച്ച് നല്ല ഭംഗി കൊടുക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്. ഇതുപോലെയാണ് ബോഡി പാർട്ടിലെ എംബ്രോയിഡറി. താഴേക്ക് വരുമ്പോൾ ആ വൈറ്റ് ഷെയ്ഡിൽ തന്നെ ഹെവി ആയിട്ട് മിഷൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പല്ലു വരുന്നതും സെയിം ആ ഒരു ഡിസൈനിൽ തന്നെയാണ് പല്ലു വരുന്നത്. ഇതിന് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ലേസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിന്റെ എൻഡിലായിട്ടും ആ ലേസ് കൊടുത്തിട്ടുണ്ട്. 1090 പ്രൈസ് റേഞ്ചിലാണ് സാരി അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. നമുക്കിതിന് വേണമെങ്കിൽ വെള്ള സിൽക്കി കോട്ടയുടെ ബ്ലൗസോ അല്ലെങ്കിൽ ഹക്കോബയുടെ ബ്ലൗസോ ഒക്കെ കോമ്പിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ചൂടുകാലത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ചൂടുകാലത്ത് ഉപയോഗിക്കാൻ അടിപൊളിയായിട്ടൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈലാക്കാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. അതിലും സെയിം ഡിസൈനിൽ തന്നെയാണ് ആ എംബ്രോയിഡറി പോയിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിലാണ്, വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ്. ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു മെറ്റീരിയലിന്. ആ ഒരു സിൽക്കി കോട്ടയുടെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി, നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറി തന്നെയാണ് വന്നിട്ടുള്ളത്. പല്ലു ഇതുപോലെ. ബ്ലൗസിന്റെ പാർട്ട് വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് വിത്ത് സ്ലീവിന് എൻഡിലായിട്ട് ആ ലേസ് കൊടുത്തിട്ടുണ്ട്. 1090 പ്രൈസ് റേഞ്ചിലാണ് സാരി അവൈലബിൾ ആയിട്ടുള്ളത്. ലൈലാക്കിന്റെ ഷെയ്ഡിൽ തന്നെ എംബ്രോയിഡറി ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേണും കൂടിയും അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് നമ്മൾ ഫസ്റ്റ് കണ്ട എംബ്രോയിഡറിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ആ ഒരു പാറ്റേൺ ആണ് ബോഡി പാർട്ടിലും സൈഡിൽ എൻഡിലായിട്ടും കൊടുത്തിട്ടുള്ളത്. ഓൾ ഓവർ ബോഡി നമുക്ക് ഇതുപോലെ ആ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളും ആ ഒരു ലേസ് വെച്ചിട്ടും ഫിനിഷ് ചെയ്തിട്ടുള്ള സാരീസ് ആണ്. 1090 പ്രൈസ് റേഞ്ചിലാണ് ഈ സാരീസ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെയാണ് അതിന്റെ പല്ലു വരുന്നത്. ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ എൻഡിലായിട്ടും ഈ ഒരു ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഡിമാൻഡുള്ള ഒരു ഷെയ്ഡാണ് ആ ഒരു ലൈലാക്ക്. ഈ ഒരു സിൽക്കി കോട്ടയുടെ വെറൈറ്റിയിൽ നമുക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. നല്ലൊരു പീച്ച് കളറാണ് വരുന്നത്. അതിലും ആ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു എംബ്രോയിഡറി തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട ബ്രിക്ക് റെഡിന്റെയും ഫസ്റ്റ് കണ്ട ലൈലാക്കിന്റെയും അതേപോലത്തെ എംബ്രോയിഡറിയാണ് ഈ ഒരു ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത്. 4 സൈഡും അതുപോലെ തന്നെ ആ ഒരു ലേസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള സാരി തന്നെയാണ് വരുന്നത്. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെയാണ് അതിന്റെ പല്ലു. ബ്ലൗസിന്റെ പാർട്ട് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് വിത്ത് സ്ലീവിന്റെ എൻഡിലായിട്ട് ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. 1090 പ്രൈസ് റേഞ്ചിലാണ് ഈ സാരിയും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയാണ് ഇന്നത്തെ കളക്ഷനിൽ വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്